ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്നൊരു പുതിയ പരിപാടിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അതെൻ്റെ മുന്നിലിരിക്കുന്ന 5 ചെടികൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും എന്താ സാധനം എന്ന്. നമ്മുടെ ബൊഗൈൻവില്ലയുടെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഞാൻ ബൊഗൈൻവില്ല എന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോ. ഇത് ഇപ്പോഴും എൻ്റെ ബൊഗൈൻവില്ല അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും റിപ്പോർട്ടിംഗ് ആയിട്ടില്ല, കണ്ടോ. എല്ലാം പൂക്കളൊക്കെ പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ആ വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എൻ്റെ മുന്നിലേക്ക് ബൊഗൈൻവില്ലയുടെ വേറൊരു ഐറ്റം വന്ന് പെട്ടു. ശരിക്കും ഇത് എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിയെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഒരു 5 ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ക്ലിപ്പ് ഇവിടെ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിവിടെ മണി പ്ലാന്റ് പ്ലാൻ ചെയ്തിരുന്നു. ഒരു 5 ടൈപ്പ് മണി പ്ലാന്റ് തൂക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് നിന്നായിരുന്നു. പക്ഷേ മണി പ്ലാന്റൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഭയങ്കരമായ വെയിൽ അതിനങ്ങോട്ട് ശരിയാവുന്നില്ല. മണി പ്ലാന്റ് നമുക്കറിയാം ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്തരം പ്ലാന്റ് അവിടെ ശരിയാകാത്തത് കാരണം വേറെ എന്ത് ഞാൻ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ ചെന്നെത്തിയതാണ് ഈ ഒരു സാധനത്തിലേക്ക്. അതായത് ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് കുറച്ച് പൂക്കളിലാണെങ്കിൽ കുറച്ചുകൂടി രസമാവുന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ പൂക്കളുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് അന്വേഷിക്കുമ്പോൾ പല പ്ലാന്റ്സിലും പൂക്കളുണ്ടാവും, പലതും സീസണലാണ്. പക്ഷേ ഇത്രയും വെയിലൊന്നിനും പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തുവരുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ ചെന്നെത്തിയത് ബൊഗൈൻവില്ലയിലേക്കാണ്. ഹാങ്ങിങ് ബൊഗൈൻവില്ലയാണ്. ശരിക്കും ഇത് വെരിഗേറ്റഡ് ബൊഗൈൻവില്ലയാണ്. കണ്ടോ, യാദൃച്ഛികമായിട്ട് ഒരു ഗാർഡനിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ ഏരിയയ്ക്ക് ഭയങ്കര ആപ്റ്റായ ഒരു സാധനമായിരിക്കും ഇതെന്ന്. ഇത് ഞാൻ വാങ്ങിയത് ഈ ട്രിവാൻഡ്രത്ത് ആക്കുളത്തെ ഒരു നഴ്സറിയിൽ നിന്നാണ്. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന ഒരെണ്ണം 300 രൂപയ്ക്ക് കേട്ടോ. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഒരെണ്ണം 300 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോമിറ്റി വേണമെന്ന് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം പലതും പല ടൈപ്പ് പ്ലാന്റ്സ് തൂക്കുന്നതിനേക്കാളും ഇപ്പോൾ ഞാൻ അതുകൊണ്ട് മണി പ്ലാന്റ് ആണെങ്കിൽ 5 ടൈപ്പ് മണി പ്ലാന്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബൊഗൈൻവില്ലയുടെ സെയിം ടൈപ്പ് തന്നെ 5 എണ്ണം ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ, ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ കളർ പൂക്കളാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ബൊഗൈൻവില്ലയുടെ ഹാങ്ങിങ് എന്ന് പറയുന്നത്. ഈ ടൈപ്പല്ല, നമ്മൾ ഈ കാണുന്ന എല്ലാം നമ്മുടെ ഈ വെരിഗേറ്റഡ് ബൊഗൈൻവില്ലയൊക്കെ എല്ലാവരും ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ട്രൈ ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ചെറിയ പോട്ട്സിലായിരിക്കുന്നത്, കണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പോട്ട്സ്. ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മൊത്തം ഡ്രൈ ആയിട്ട് ഒന്ന് വാടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ്. ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ രണ്ടും കൂടി ചെറിയൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ചെടികളെ മൊത്തം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റീപോട്ടിങ്ങിന് ആവശ്യമായ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. ഈ പോട്ടിംഗ് മിക്സ് ഞാൻ കാണിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് ബൊഗൈൻവില്ലയ്ക്ക് മാത്രമല്ല ഏത് തരം ഹാങ്ങിങ് പ്ലാന്റ്സിനും ഉപയോഗിക്കാവുന്ന ഒരു പോട്ടിംഗ് മിക്സാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ പോട്ടിംഗ് മിക്സ്. എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, മണലെടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഒരു ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ ഒന്നാമത് അതിന് വെയിറ്റ് കുറവായിരിക്കണം. കാരണം ശരിക്കും മണ്ണ് കെട്ടി കഴിഞ്ഞാൽ താഴേക്ക് പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രയും ബലമുള്ള ചട്ടിലൊന്നും ഇപ്പോൾ കിട്ടില്ല. വേറൊന്ന്, ഇതിന് വെള്ളം നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഒഴിക്കുന്ന വെള്ളം നനവ് നിൽക്കാൻ കഴിവുള്ളൊരു പോട്ടിംഗ് മിക്സ്. അത് വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ടാവണം, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പോൾ നനവ് നിൽക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിച്ചോറാണ്. ഇനി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് മണൽ, സാധാരണ പുഴമണൽ ചേർക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻസ് ധാരാളം വേണം. ആ ന്യൂട്രിയൻസിന് വേണ്ടി ചാണകപ്പൊടി, ഏതെങ്കിലും കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതി, നിങ്ങളുടെ കയ്യിലുള്ള ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഗാർഡൻ സോയിൽ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നാലും കുറച്ച് ഗാർഡൻ സോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നായിട്ട് പോട്ടിംഗ് മിക്സ് ഇതിലേക്ക് ഇടാം. ഞാൻ ഒരേ അളവിലുള്ള 4 ചട്ടികളാണ് എടുത്തിരിക്കുന്നത്. അതായത് അതിൽ ഒരു ഭാഗം ഞാൻ എടുത്തിരിക്കുന്ന മണലാണ്. ഇതേ പുഴമണൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. പുറത്തോട്ട് പോകാതിരിക്കാനല്ല വെച്ചത് കേട്ടോ. അത്ര തന്നെ അളവിൽ ഞാൻ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, കണ്ടോ, കൊക്കോപ്പീറ്റ്. അത്ര തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ചാടുമോ? ഇതേ അതിൻ്റെ പകുതി മണ്ണ്. ഞാൻ പറഞ്ഞ മണ്ണ് വളരെ അത്യാവശ്യമുള്ള സാധനമല്ല, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് മണ്ണ്. പിന്നെ ഇനി മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇടുമ്പോൾ ഒരു ചട്ടിക്ക് 1 സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും പോട്ടിംഗ് സോയിലിന് കുറച്ചൊരു എല്ലുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മസ്റ്റല്ലാട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാവേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബൊഗൈൻവില്ലയുടെ പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഹാങ്ങിങ് പോട്ട്സ് വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു യൂണിഫോമിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എല്ലാം ഒരുപോലത്തെ പോട്ട്സ് തന്നെ വാങ്ങിയിട്ടുണ്ട്.
കുറച്ച് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ളത്, കാരണം എനിക്കിതിനൊരു ബോൺസായി ടൈപ്പിൽ കട്ട് ചെയ്ത് നിർത്തി വളർത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ചെറിയ പോട്ട് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ പോട്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന ലുലു മോളിൽ നിന്ന് വാങ്ങി കേട്ടോ. 180 രൂപ, 180 ആണ്. അത്രയും വില കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ വില കുറച്ചും ഈ പോട്ട്സ് കിട്ടും കേട്ടോ. ഇതിൽ അത്യാവശ്യം ഒരു 4 ഹോൾസ് ഇടാണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹോളും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കണ്ടോ. വെള്ളം എളുപ്പം പോകാൻ വേണ്ടി എല്ലാത്തിലും അങ്ങനെ ഹോളിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ക്ലേ ബോൾസ് ആട്ടോ. ക്ലേ ബോൾസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ മെറ്റലിൻ്റെ കഷ്ണങ്ങളോ ഓടിൻ്റെ കഷ്ണങ്ങളോ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും കുറേശ്ശെ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇത് ഈസി ആയിട്ട് വെള്ളം പുറത്തേക്ക് പോകാനും ഈ ഡ്രെയിനിങ് ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാനും ഇത് അത്യാവശ്യം കേട്ടോ അടിയിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിലും ഒരു ചെറിയ അളവിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഒരെണ്ണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അതിൽ പ്ലാന്റ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ പോട്ടാട്ടോ. ഇത് കണ്ടോ, എനിക്ക് വന്നൊരു ഫുള്ള് ചകിരിച്ചോറ് അത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഞാനിങ്ങനെ പൊക്കിയെടുത്ത് നോക്കാം. യെസ്, ഇത്ര ഉള്ള പരിപാടി കണ്ടോ. ഫുള്ള് വേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. മൊത്തം കൊക്കോപ്പീറ്റ കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. എന്തായാലും ഇതിലാണ് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് കളയുന്നില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് അടിയിൽ നിന്ന് മണ്ണം അത് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിലെല്ലാം നമുക്ക് വെക്കാം കേട്ടോ. ഈ വെരിഗേറ്റഡ് ബൊഗൈൻവില്ല ആക്കിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിന് പൂവില്ലെങ്കിലും ലീഫിന് നല്ല ഭംഗിയുണ്ട്. നമ്മളെപ്പോഴും ഹാങ്ങിങ് പ്ലാന്റ്സിന് ലീഫി പ്ലാന്റ്സ്, ലീഫിന് ഭംഗിയുള്ള പ്ലാന്റ്സ് അല്ലേ കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് 2 ഉപയോഗങ്ങളുണ്ട്. പൂക്കളുള്ളപ്പം പൂക്കളുടെ ഭംഗിയും കിട്ടും, അല്ലാത്തപ്പോൾ ലീഫിൻ്റെ ഭംഗിയും കിട്ടും. ശരിക്കും ഇങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ. കുറച്ചൊന്ന് മാറ്റിയിട്ട് വെക്കാം. എന്തായാലും കണ്ടോ, ശരിക്കും സ്ട്രോങ് ആയിട്ടിരിക്കുക. അതിന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. എന്തായാലും 5 പ്ലാന്റ്സിൻ്റെയും പുതിയ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള സ്പേസ് ഉണ്ടല്ലോ, ഇതിന് സൈഡിൽ കുറേ സ്പേസ് ബാക്കിയുണ്ട്. ആ സ്പേസിൽ നമ്മുടെ പോട്ടിംഗ് മിക്സ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചട്ടി നിറയാതിരിക്കാൻ നോക്കണം കേട്ടോ. നമുക്കിനി വളമൊക്കെ നടുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഈ 5 ചട്ടികളിലും മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ 5 ചട്ടികളെയും റീപ്പോർട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം അതിനെ. ശരിക്കും നമ്മൾ റീപ്പോർട്ട് ചെയ്താൽ ഒരു 2-3 ദിവസം തണലത്തേക്ക് ഷെയ്ഡിൽ വെച്ചിട്ട് പിന്നെ വെയിലത്തേക്ക് വെക്കണം എന്നാണ്. നമ്മളിതിൻ്റെ വേരിനെ കാര്യമായിട്ട് ഷേക്ക് ചെയ്തിട്ടില്ല. കുറച്ച് ചെറുതായിട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തൂക്കി നിങ്ങളൊന്ന് കാണിക്കാം. അത് പ്രശ്നമാവുകയാണെങ്കിൽ ഞാൻ പിന്നെ മാറ്റി വെച്ചോളാം കേട്ടോ. എന്നിട്ട് ഹാങ് ചെയ്ത് നോക്കാം. ഈ ചെയിനിന് കുറച്ച് നീളം കുറവുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീളം കുറവാണെങ്കിൽ നമുക്ക് ഒരു റിങ്ങും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ആ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ ഡ്രെയിനായിട്ട് പോകുന്നുണ്ടോ. നമ്മുടെ പൊട്ടി മിക്സിൻ്റെ ഗുണമാണിത്.
ഞാനെപ്പോഴും ഈ ഹാങ്ങിങ് പോട്ട്സായാലും എന്ത് പോട്ടായാലും വെളുത്ത ചെടികൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതല്ല കേട്ടോ. ഞാൻ വെളുത്ത നിറത്ത് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആയാലും ഇതിന് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഈ വെരിഗേറ്റഡ് ലീവ്സ് ആയതുകൊണ്ട്. യെസ്, ഓൾമോസ്റ്റ് ഭംഗിയായി എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും കാര്യമാക്കട്ടെ കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇതുവരെയും ക്രിസ്മസ് ട്രീ ഞങ്ങളവിടെ ഒന്നും മാറ്റിയിട്ടില്ല. ഉടനെ തന്നെ മാറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ മാർച്ചായി. അപ്പോൾ എനിവേ ഈ ഒരു വീഡിയോ നല്ല വെയിലുള്ള സ്ഥലത്തും ഹാങ് ചെയ്യാവുന്ന നമ്മുടെ ഹാങ്ങിങ് ബൊഗൈൻവില്ല. പൂവുള്ള സമയത്ത് പൂവുണ്ടാവും, അല്ലാത്തപ്പം ഇലയുടെ ഭംഗിയും കിട്ടും. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രോം സജീസ് ഇന്നോവേഷൻസ്.